പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ? കേൾക്കാം Yes. പാസ്റ്റർ. അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് ഒരേ സമയം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ബഹുമാന്യരായ വളരെ പ്രായവും പക്വതകളും ആത്മീയ അനുഭവ സമ്പത്തുമുള്ള അനേക ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, മാതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും കാണുന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാവരും ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയവനായി നിന്നുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിപ്പാൻ കർത്താവ് തന്ന വിലപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യ പദവികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമാക്കി തരുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ നേതൃത്വം വഹിക്കേണ്ടതിന് ദൈവം പ്രത്യേക ദർശനത്തോടെ ഈ കാലഘട്ടങ്ങളിൽ എഴുന്നേൽപ്പിച്ച പ്രിയാങ്കളിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയാങ്കളിൽ നിന്ന് അറിഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ ദിനം പ്രതി എല്ലാ ആഴ്ചകളിലും അനുഭവിക്കുന്ന ശ്രേഷ്ഠരായ ദൈവമക്കളും ദൈവദാസന്മാരുമാണ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ ആമേൻ സ്തോത്രം ഈ സമയത്തും ദൈവസന്നിധിയിൽ അവരോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന എല്ലാവരെയും ദൈവം ആദരിക്കുകയും ദൈവം സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സന്ദേശത്തിനകത്ത് ദൈവം നടത്തിയ വഴികളുടെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് ആത്മാവിൽ ഐക്യതയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആമേൻ. നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് എനിക്ക് തന്ന നിയോഗത്തിലേക്ക് വേഗത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ് അതിനെ അടിസ്ഥാനമായിട്ട് വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെയാക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു മിനിറ്റ് കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ശക്തിയേറിയ ആമേൻ ആത്മീയതാകത്തോടെയാണ് ദൈവമക്കൾ ഇതിനകത്തായിരിക്കുന്നെന്ന് അറിയാം. എങ്കിലും ഒരു വാക്ക് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. വചനം തന്റെ ശക്തി അയച്ച് ആമേൻ അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തേക്ക് ദൈവാത്മ പകരേണ്ടതിന്, നമ്മുടെ അവസ്ഥകളിൽ ദൈവാത്മ പകരേണ്ടതിന് വളരെ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുകയാണ്. കർത്താവ് വളരെ ആഗ്രഹത്തോടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളുമായി തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. കർത്താവെ, ആമേ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തെ പകരണമേ. ആമേൻ സ്തോത്രം. ഇന്ന് ഈ നിമിഷം ഞങ്ങളുടെ മേൽ പകരാൻ ആഗ്രഹിക്കുന്ന സകല വിടുതലുകളും വചനത്താൽ ചെയ്തെടുക്കേണ്ടതിന് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ ജനത്തിന് ആവശ്യമേറിയ ദൈവികാലോചനകളെ ആമേൻ പകർന്നു കൊടുക്കുവാൻ എന്റെ അതരത്തെ ബലപ്പെടുത്തണമേ. ആമേൻ തന്നെ ജനത്തെ ഒരുക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വലിയ വിടുതലോടെ ദൈവം ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ. ക്രിസ്തയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ പ്രിയരായ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ആമേൻ. എന്റെ പ്രായത്തിന്റെ കഴിഞ്ഞ ജൂൺ 16-ാം തീയതി ആയിരുന്നു എന്റെ ബർത്ത്ഡേ. ആമേൻ സ്തോത്രം. ജീവിതത്തിൽ ഒരു വർഷം കൂടെ ദൈവാത്മ ദാനമായി തന്നു. ആമേൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ പ്രായത്തിന്റെ 3 മടങ്ങ് ആമേൻ അനുഭവ സമ്പത്ത് ശുശ്രൂഷ പരിചയമുള്ളവർ ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് എന്ത് ആലോചന സംസാരിക്കണം എന്നുള്ളത് വലിയ ആശയക്കുഴപ്പമുള്ള കാര്യമാണ്. എങ്കിലും ആമേൻ ദൈവം നമ്മളോട് ഒരുമിച്ച് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി നന്ദി പറയുകയാണ്. എനിക്ക് മുൻപ് ആമേൻ സ്തോത്രം പ്രാർത്ഥനയെ കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ദൈവം നിയോഗം തന്നിരിക്കുന്നത്. കൊണ്ട് അതിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. പ്രാർത്ഥനയിലൂടെ ദൈവം തന്ന വിടുതലിനെയും നിങ്ങളോട് അറിയിച്ച് എനിക്ക് തന്ന സമയത്തിനനുസരിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ
ആ വചനത്തിന്റെ പ്രാവചനിക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ആത്മാവിൽ നിയോഗമുള്ളത്. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധന ദൈവം നമുക്ക് തന്നു. ശക്തമേറിയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് സഹായിച്ചു. മീറ്റിംഗ് ശക്തമായി ലീഡ് ചെയ്യുവാൻ വാത്സല്യ പിതാവിനെ ദൈവാത്മ ബലപ്പെടുത്തി. കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഹൃദയം തുറന്നത് ഏറ്റെടുക്കാനുള്ള വലിയ വാഞ്ചയോടെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നവരുടെ മേൽ ദൈവാത്മം പകരും. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഏകദേശം 6 വർഷങ്ങൾ അഭിഷേകത്തിന് വേണ്ടി ദാഹത്തോട് ഓടി നടന്ന ഇന്നലകൾ ഞാൻ ഓർക്കുകയാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ ആമേൻ, ഞങ്ങളുടെ മാതൃസഭയിൽ വെച്ച് നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ഗസ്റ്റുകളും ഇല്ലാതിരുന്ന ഒരു പ്രാർത്ഥനയിൽ കർത്താവിന്റെ ദാസന് പെട്ടെന്ന് ഞങ്ങളുടെ ഇടയന് ദൈവം കൊടുത്തൊരു നിയോഗത്തിന്റെ വചനം വാഗൊണ്ട് പറഞ്ഞപ്പോൾ ആമേൻ, കാത്തിരുന്ന് ലഭിക്കാതിരുന്നപ്പോൾ അവിശ്വാസം എന്റെ ഹൃദയത്തിൽ കയറി വന്നു. ദൈവമേ, ഈ അഭിഷേകം എന്ന് പറയുന്ന ഒന്നുണ്ടോ, അന്യഭാഷയുണ്ടോ എന്നൊക്കെ സംശയിച്ച എന്റെ അതരത്തിലേക്ക് അവൻ വചനത്തെ ഏറ്റെടുത്ത് സ്തോത്രം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ കാത്തിരുന്ന ആത്മനിറവിന്റെ മേൽ പകരുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ നടന്നു. ആമേൻ. അന്നു മുതൽ ഇന്നു വരെ ശുശ്രൂഷയിൽ നിലനിൽക്കുന്ന സമയമൊക്കെയും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും കണ്ടുവരികയും ചെയ്യുന്നത് ദൈവവചനം പങ്കുവെക്കുമ്പോൾ എന്റെ ജനത്തിന്റെ നടുവിൽ ദൈവം ചെയ്ത വിടുതലുകളാണ്. എന്റെ ഈ കരം ചെന്ന് ആമേൻ ഒരു വ്യക്തിയുടെ മേൽ വെക്കുന്നതിന് മുൻപ് വചനം അയച്ച് ദൈവാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ ചെറിയ ശുശ്രൂഷ പരിചയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് വിവിധ ടൈം സോണുകളിൽ ആമേൻ ദീർഘമായ ദൂരങ്ങളുടെ അന്തരത്തിൽ ആയിരിക്കുന്നവരുടെ നടുവിൽ ദൈവവചനത്തിന്റെ ശക്തമേറിയ വേഗത ഇന്ന് ഈ സമയം ചലിക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ആമേൻ. വചനത്തെ ഹൃദയംഗമായി ഏറ്റെടുത്ത വിടുതലുകളിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെയാക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എത്ര പേർക്ക് ഒരു വചനത്തിന്റെ വ്യാഖ്യാനം കൂടാതെ ഈ വചനത്തിന് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. അമ്പരന്നു പോയേക്കാവുന്ന, ഞാൻ ലജ്ജിച്ചു പോകുമോ എന്ന് വല്ലാതെ ഭയപ്പെട്ടു പോയേക്കാവുന്ന ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന അഭിഷക്തന്റെ ഉള്ളിൽ വ്യാപരിച്ച ഒരു ശക്തിയേറിയ ഉറപ്പിന്റെ പ്രഖ്യാപനമാണ് നമ്മൾ ഇന്ന് ഈ സമയം വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, എന്തായിരുന്നു ആ വലിയ പ്രതിസന്ധി? ആരായിരുന്നു ആ വ്യക്തി എന്നറിയണമെങ്കിൽ 6-ാമത്തെ വാക്യം ചേർത്ത് വായിക്കണം. 6-ാമത്തെ വാക്യോടെ ചേർത്ത് വായിച്ചാൽ, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടില്ല. അതിനുശേഷമാണ് ഈ വചനത്തെ കാണുന്നത്, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. ഇതൊക്കെ സഹിക്കുവാൻ, ഇതൊക്കെ സധൈര്യം നേരിടുവാൻ എന്നെ പ്രാപ്തമാക്കിയത് ഈ വലിയ ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെയാക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് ഈ സമയം പതിഞ്ഞു, അല്ലേ? ക്രൂശിനെ സമീപിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് ഈ വാക്യങ്ങളിൽ ദർശിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ഈ സമയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ക്രൂശിനെ സമീപിച്ച ക്രിസ്തുവിന്റെ ഉള്ളിൽ വ്യാപരിച്ച ഉറപ്പാണ് ആമേൻ നമ്മൾ ഇന്ന് ഈ സമയം വായിച്ചു കേട്ടത്. ആമേൻ, സ്തോത്രം. ക്രൂശിനെ സധൈര്യം നേരിടാൻ ആമേൻ തന്നെ പ്രാപ്തമാക്കിയ ഉറപ്പ്, കർത്താവ് തന്നെ സഹായിക്കും എന്ന വലിയ ഉറപ്പാണ്. ആമേൻ, താൻ ലജ്ജിച്ചു പോകയില്ല എന്ന വലിയ ഉറപ്പാണ്. ഇന്ന് പകലിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ ആമേൻ അഭിമുഖീകരിക്കുന്ന ദൈവമക്കൾ ആമേൻ അവരുടെ ഹൃദയത്തിൽ ഈ ഉറപ്പിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഭയം കൂടാതെ ചുവട് വയ്ക്കാൻ ദൈവാത്മാവ് നമ്മളെ ആമേൻ ബലപ്പെടുത്തും. അതിന് രണ്ടു പക്ഷമില്ല. ഈ വചനം എന്റെ ഹൃദയത്തിൽ തന്ന ഉറപ്പുണ്ട്, എന്നെ നടത്തിയ ഒരു ജീവിതത്തിന്റെ വിജയത്തിന്റെ തലങ്ങളുണ്ട്. അതുകൊണ്ട് അതേ വിടുതലുകൾ എന്റെ പ്രിയമുള്ളവരും അനുഭവിക്കണമെന്നുള്ള വലിയ കാഴ്ചപ്പാടോടെയാണ്
ഈ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശ്രമപ്പെടുന്നത്. നോക്കിയേ, സ്തോത്രം, ഗത്സമനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കർത്താവിന്റെ ഉള്ളവും തന്റെ ഉറപ്പും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. സ്തോത്രം, ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത 12 പേരിൽ ഒരുവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കേണ്ടതിനുള്ള ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി മാറി. സ്തോത്രം, ബാക്കിയുള്ള 11 പേരിൽ നിന്നും 3 പേരെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇന്ന് ഈ പകലിലും ഇതിനായിരിക്കുന്ന സ്തോത്രം, ഇപ്പോൾ ഏകദേശം 82 ഡിവൈസോളം എന്റെ ഈ പരിമിതിയുള്ള ഫോണിൽ ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവം ചൂസ് ചെയ്ത പലരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്തോത്രം, സാധാരണ വിശ്വാസിയെ പോലെ, സാധാരണ ആത്മീയരെ പോലെ അല്ല ദൈവം ഇതിനകത്താക്കിയിരിക്കുന്നവരെ കാണുന്നത്. പിന്നെയോ ചില വ്യത്യസ്തങ്ങളായ ഉദ്ദേശം, ഒരമിത പ്രതീക്ഷ ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെ മേലുണ്ട്. ആടേക്ക് ഉള്ളം പറയുന്നില്ലേ, എന്നെ ഒരു സാധാരണ വിളിയിലല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ഒരു സാധാരണ കാഴ്ചപ്പാടിലേക്കല്ല ദൈവം എന്നെ നയിക്കുന്നത്. പിന്നെയോ ചില വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തങ്ങളായ വിളി എന്റെ മേൽ കിടക്കുന്നുണ്ട്. എല്ലാവരും സമാധാനത്തോടെ ഇറങ്ങുമ്പോൾ എനിക്ക് പലപ്പോഴും ഉറങ്ങാൻ കഴിയില്ല. പലപ്പോഴും പലരും മറ്റു പല സുഖങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല. കാരണം ദൈവം എന്നെ അങ്ങനെ വിടത്തില്ല. ചില ചോദ്യങ്ങൾ ഞാൻ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും, ചില നിർബന്ധങ്ങൾ ഞാൻ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നെ തന്നെ ദൈവാത്മാവ് ഫോക്കസ് ചെയ്ത് ചില നിർബന്ധങ്ങൾ എന്റെ മേൽ ഇടും. അതൊക്കെ അനുസരിക്കാതിരുന്നാൽ ശക്തമേറിയ ചില ഇടപെടലുകൾ ദൈവാത്മാവിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വരും. അതെ, ഈ 3 പേർക്കും അങ്ങനെ പറയാൻ പല അനുഭവങ്ങളും ഉണ്ട്. അവർ പറയും, മറ്റുള്ളവരെ കർത്താവ് അല്പസ്വാതന്ത്ര്യത്തോടെ വിടുമ്പോ ഞങ്ങളെ അവൻ അങ്ങനെ വിടാറില്ല. പലപ്പോഴും ഞങ്ങളെ അടുത്ത് വിളിക്കാറുണ്ട്. ഞങ്ങൾക്ക് വിശ്രമിക്കാൻ, ഞങ്ങൾക്ക് മാറിയിരുന്ന് ആശ്വസിക്കാൻ, മറ്റുള്ളവരെ പോലെ കമ്പനി അടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരായി കർത്താവിന്റെ നിർബന്ധത്തിന് വശംവദനായി പലപ്പോഴും ചേർന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് പകലിലും ഈ സന്ദേശം പറയുമ്പോൾ എനിക്ക് ആത്മാവിൽ ഉറപ്പുണ്ട്, അങ്ങനെ ചിലർ ഇന്ന് പകലിൽ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. അത് ഞാനാണ് കർത്താവേ എന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ ദൂത് ഒരു ആശ്വാസത്തിന്റെ ദൂതൊന്നും അല്ല കേട്ടോ. പലരും ഉറങ്ങുമ്പോൾ, പലരും മയങ്ങുമ്പോൾ, പലരും ആശ്വാസം കൊള്ളുമ്പോ ദൈവവൈതലേ, തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവരോട് കർത്താവിന് ചിലത് ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കാനുള്ളത്? സ്തോത്രം, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് അറിയാമോ? തിരഞ്ഞെടുക്കപ്പെട്ടവർ പലരും അവർ എന്നോട് ഭാരം പറയുമ്പോ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ചെറിയ ഗ്രൂപ്പില്ലേ, എനിക്ക് അവരോട് എന്റെ ഭാരത്തെ ഒന്ന് പങ്കുവെക്കാനുണ്ട്. സ്തോത്രം, കർത്താവിന്റെ ഹൃദയത്തിലെ ഭാരത്തെ പങ്കുവെക്കാൻ ദൈവം വിശ്വസ്തരെന്നെണ്ണി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറിയ ഗ്രൂപ്പിനെ ദൈവം എല്ലാ കാലഘട്ടത്തിലും മാറ്റിവെച്ചിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ഈ കൂട്ടായ്മയെ കുറിച്ചും തന്റെ മേൽ കിടക്കുന്ന ദർശനത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ എന്റെ ഹൃദയത്തിലേക്ക് പാഞ്ഞു വന്ന ഒരു ദൈവിക ആലോചനയാണ് ഞാൻ ഇന്ന് പകൽ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, സ്തോത്രം, ഞാനിവിടെ പകലായതുകൊണ്ടാണ് അറിയാതെ നാവിനകത്തേക്ക് അത് വന്നു പോകുന്നത്. സ്തോത്രം, സ്തോത്രം. വിവിധ ടൈം സോണുകളിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം, നമുക്ക് ചില നിർബന്ധങ്ങളുണ്ട്. സ്തോത്രം, മറ്റുള്ളവർ എങ്ങനെയുമായിക്കൊള്ളട്ടെ, പക്ഷേ ഇന്ന് പകൽ അത് കണ്ടുകൊണ്ട് ഒരു എക്സ്ക്യൂസിലേക്കും പോകാനല്ല, ഇന്ന് പകലിലും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒന്നായിത്തീരേണ്ടതിന് ഒന്നും കൂടെ ഒന്ന് സമർപ്പിക്കാൻ ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം, മറ്റുള്ളവരുടെ ആ ദർശനത്തിൽ അവർക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല. നോക്കിയേ, ആ 3 പേരും തന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം ലഭിച്ചിട്ടും അവർ ഉറങ്ങിപ്പോകുന്ന കാഴ്ചയാ നമ്മൾ കാണുന്നത്. അവരോട് ദൈവത്തിന് ചോദ്യം ചോദിക്കാനുണ്ട്. മറ്റുള്ളവർ ഉറങ്ങി ആശ്വസിക്കുമ്പോ, മറ്റുള്ളവർ ഒരുമിച്ചിരുന്ന് അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോ പ്രാർത്ഥനയ്ക്കായിട്ട് ആഹ്വാനം കൊടുത്തവർ ഉറങ്ങിയപ്പോ കർത്താവിന് തിരിച്ചു വന്നവരോട് ചോദിക്കാനുണ്ട്, ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അല്പം കൂടെ മുന്നോട്ട് പോയി പിതാവിന്റെ സന്നിധിയിൽ കവണ്ണ് വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഗെത്സമന പ്രാർത്ഥന നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ഗെത്സമന പ്രാർത്ഥന നമുക്ക് തരുന്ന സന്ദേശം, ഹല്ലേലൂയ, മറ്റു പല തരത്തിലും തന്റെ പ്രതിസന്ധിയെ നേരിടാൻ കരുത്തനായവൻ, സ്തോത്രം, ഒരു വഴിയും അതിനായി തിരഞ്ഞെടുക്കാതെ ഒറ്റ വഴിയെ തിരഞ്ഞെടുക്കുകയാണ്. തന്റെ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കവണ്ണു വീഴുക. സ്തോത്രം. ദൈവവേദനെ ഗെത്സമന പ്രാർത്ഥനയിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒറ്റ ദൂത് ഇതേ ഉള്ളൂ. ലോക മനുഷ്യന് അവന്റെ ഒരു പ്രശ്നത്തെ നേരിടാൻ 1000 വഴികൾ ഉണ്ടാകാം. പക്ഷേ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവന്റെ 1000 പ്രശ്നങ്ങൾക്കും ഒരൊറ്റ വഴിയേ ഉള്ളതിനെ നേരിടാൻ. അത് മറ്റൊന്നല്ല, അത് പിതാവിന്റെ സന്നിധിയിൽ കവണ്ണു വീഴുക. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പഴയ ഒരു പെന്തക്കോസ്ത് സഭയുടെ IPC സഭയുടെ മെമ്പറാണ് ഞാൻ. ശക്തമായ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെട്ടിട്ടുള്ള അനേക പിതാക്കന്മാർ ഞങ്ങളുടെ സഭയിൽ ഉണ്ടായിരുന്നു. കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെക്കാൾ ശക്തരായ പ്രവാചകന്മാരും വെളിപ്പാട് കാണുന്നവരും ശക്തമേറിയ വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യുന്ന പിതാക്കന്മാർ ഞങ്ങളുടെ സഭയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. പലരുടെയും അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ വളരെ അത്ഭുതത്തോടെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ജോലി സ്ഥലങ്ങളിൽ പോലും ദൈവം ഇടപെട്ടിട്ട് അഡ്രസ്സും പേരും പറഞ്ഞു കൊടുത്ത് സ്തോത്രം, ഹല്ലേലൂയ, തീരുമാനിച്ച് പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ കൂട്ടം കൂടി യാത്ര ചെയ്ത് സ്തോത്രം, ചിലപ്പോൾ നടന്നോ മറ്റ് പല സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടാകാം. അവിടെ പോയി ദൈവം പറഞ്ഞു കൊടുത്ത അഡ്രസ്സിൽ, ദൈവം പറഞ്ഞു കൊടുത്ത പേരിൽ, ദൈവം പറഞ്ഞു കൊടുത്ത അസ്വസ്ഥതകൾ ബാധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ ഏറ്റെടുത്ത് മടങ്ങി വന്ന് ഒരു പറ്റം സൈന്യത്തെ സ്തോത്രം, അതിന്റെ അനുഭവത്തെ, പിതാക്കന്മാരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതത്തോടെ അതൊക്കെ കേട്ടു നിന്നിട്ടുണ്ട്. പല പിതാക്കന്മാരും പറഞ്ഞ അനുഭവത്തിൽ ഞാൻ അത്ഭുതത്തോടെ അവരോട് എന്റെ ചെറിയ പ്രായത്തിൽ ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം, ആശുപത്രികളോ അതിനുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗം വരുമ്പോ അവർ അതിനെ നേരിട്ടത് ചുട്ടുപൊള്ളുന്ന ചൂടിൽ മടിയിൽ കിടത്തി സ്തോത്രം, കണ്ണുനീരിനെ ഒഴുക്കി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോ അല്പനേരം കഴിയുമ്പോ രോഗസൗഖ്യത്തോടെ എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങളൊക്കെ അവർ പറയുമ്പോ, ഇന്ന് എന്റെ കുഞ്ഞിന് 3ാമത്തെ ചുമ ഞാൻ ചുമപ്പിക്കുന്നത് പീഡിയാട്രീസിന്റെ മുമ്പിലാണ്. അത്രയ്ക്ക് വിശ്വാസത്തിൽ നമ്മൾ താഴെ പോയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ദൈവം വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ തരുന്ന ആ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഇന്നും ശക്തിയുണ്ടെന്ന് ദൈവം അനുഭവത്തിലൂടെ നൽകുമ്പോ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെന്ന് ദൈവാത്മാവ് പഠിപ്പിക്കുമ്പോ ഒന്നുകൂടെ പ്രാർത്ഥനയിൽ സജ്ജമാകാൻ, അതിൽ വിശ്വസിക്കാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ കർത്താവ് തരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം. അതേ ഗെത്സമന പ്രാർത്ഥന ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം, നമുക്ക് 1000 വഴികളില്ല നമ്മുടെ പ്രതിസന്ധിയെ നേരിടാൻ. പണം നമുക്ക് ആവശ്യമാണ്, മനുഷ്യരും മാനുഷിക ബന്ധവും മറ്റുള്ള സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ആശ്രയം അതല്ല. നമ്മുടെ ആശ്രയം മുട്ട് മടക്കേണ്ടുന്ന ഇടത്ത് മുട്ടും മടക്കി നിലവിളിക്കേണ്ടുന്ന ഇടത്ത് നിലവിളിക്കുക എന്നുള്ളതാണ്. കർത്താവ് അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സ്തോത്രം. എന്താണ് ഗെത്സമന പ്രാർത്ഥനയുടെ റിസൾട്ട് എന്നറിയണ്ടേ? ഗെത്സമന പ്രാർത്ഥന റിസൾട്ട് എന്ന് പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ലഭിച്ചിട്ടും പ്രാർത്ഥനയിൽ വിശ്വസ്തത പാലിക്കാൻ കഴിയാതിരുന്ന ആ ശിഷ്യന്മാർ ഉണർന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒറ്റിക്കൊടുക്കുന്ന യൂദയും കൂട്ടരെയുമാണ്. എന്നാൽ സ്തോത്രം, പ്രാർത്ഥനയെ സ്തോത്രം തന്റെ പ്രതിസന്ധിയെ നേരിടാനുള്ള ആയുധമാക്കി മാറ്റിയ കർത്താവ് പ്രാർത്ഥനയെ നേടിയെടുത്ത റിസൾട്ട് എന്ന് പറയുന്നത്, ഒറ്റിക്കൊടുക്കുന്ന യൂദ വരും മുമ്പ് അവനെ ശക്തിപ്പെടുത്തുന്ന ദൂതനെ ഇറക്കുന്ന ഒരു അനുഭവം പ്രാർത്ഥനയിൽ ഉണ്ടായി എന്നുള്ളതാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ആലോചന മനസ്സിലായി? സ്തോത്രം. നോക്കിയേ, ഒറ്റിക്കൊടുക്കുന്ന യൂദ, ഞാൻ ഇങ്ങനെ പറയാം, തുടർന്ന് താൻ അനുഭവിക്കുന്ന സകല വേദനകളും ചുംബനം കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന യൂദ തന്റെ അരികിലേക്ക് വരും മുൻപ് സ്വർഗത്തിൽ
തുടർന്ന് താൻ അനുഭവിക്കുന്ന കഷ്ടതകളെ സധൈര്യം നേരിടാൻ തന്നെ ശക്തമാക്കുന്ന ഒരു ദൈവകൃപ, ആമേൻ, ശക്തിപ്പെടുത്തുന്ന ഒരു അനുഭവം, ആമേൻ, സ്തോത്രം, ഉയരത്തിൽ തന്നെ എനിക്കുണ്ടായി. അതാണ് പ്രാർത്ഥനയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന സകല പ്രശ്നങ്ങളും നമ്മുടെ സിറ്റ് ഔട്ട് കയറുന്നതിന് മുമ്പ് പ്രാർത്ഥന പായിൽ ഒരു സ്വർഗീയ ഇടപെടലിനെ വിളിച്ചു വരുത്തുന്ന ആത്മീയ അനുഭവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പതറേണ്ട ആവശ്യമില്ല. നമ്മളെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം മതിയായതാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വലിയ പ്രതിസന്ധികൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ അനുഭവിച്ചു. ആമേൻ. പ്രാർത്ഥന കൊണ്ടേ ചിലത് പറ്റൂ എന്ന് ആമേൻ വീണ്ടും വീണ്ടും ദൈവാത്മ എന്നെ പഠിപ്പിച്ചു. സ്തോത്രം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. വാത്സല്യങ്ങള്, ആമേൻ, ഞാനിവിടെ ശുശ്രൂഷിച്ചിട്ടില്ല, അങ്ങനെയുള്ള പരിചയങ്ങളൊന്നുമില്ല. ആമേൻ, എന്നെ വിളിച്ചിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ എങ്കിലും നിരന്തരമായി വിളിച്ചന്വേഷിക്കുകയും പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ചെയ്തു. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അതെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകലും പ്രാഗൽഭ്യത്തോടെ പ്രസംഗിപ്പാൻ ദൈവം നല്ല അനുഭവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. വലിയ പ്രതിസന്ധികളിലൂടെയാണ് അവരുടെ ജനനം പോലും നടന്നത്. എന്നാൽ ഈ 8 വർഷം, 6 വയസ്സല്ല 8 വയസ്സോളമാകും. ആമേൻ, 8 വർഷവും ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി. എന്നാൽ ആമേൻ, എന്റെ വൈഫ് ഹൗസ് ബാംഗ്ലൂരിലാണ്. ആമേൻ, കഴിഞ്ഞ വെക്കേഷന് അവര് 1 മാസം ബാംഗ്ലൂരിലായിരുന്നു. ആമേൻ, സ്തോത്രം. ഞാൻ ആ സമയം സഭയുമായി ബന്ധപ്പെട്ട് 21 ദിവസത്തെ ഉപവാസമൊക്കെ ആയിരുന്നു. 21 ഡേയ്സ് ഉപവാസമൊക്കെ കഴിഞ്ഞ് അനന്തരം സ്തോത്രം, സ്കൂൾ തുറക്കുകയാണല്ലോ. അവരെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി അവിടെ പോയി. അവിടുന്ന് വരുമ്പോഴേ കുഞ്ഞിന് പനിയുണ്ട്. തിരിച്ച് ഇവിടെ വന്നപ്പോൾ 2 ദിവസം കൊണ്ട് പനി അധികം മൂർച്ഛിച്ചു. സാധാരണ കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അടൂർ ഹോൾക്രോസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടേക്ക് നോക്കിയപ്പോ ആമേൻ, സ്തോത്രം, എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കുന്നില്ല. അഡ്മിറ്റ് ചെയ്തു. രാവിലെ മുതൽ വൈകിട്ട് വരെ കുഞ്ഞ് വളരെ ക്ഷീണിതയായി. ആമേൻ, വോമിറ്റിങ്ങും അപ്പോൾ തന്നെ തലകറക്കവും ശക്തമായി ഭാരപ്പെട്ടു. പനി, ആമേൻ, ചൂട് അതിശക്തമായിരുന്നു. ആമേൻ, സ്തോത്രം. എന്റെ ചർച്ചിലെ ആമേൻ ഒരു അങ്കിളിന്റെ സ്തോത്രം മരുമകൾ, ആമേൻ, സ്തോത്രം, ഡോക്ടറാണ്. അപ്പോ ആ പ്രിയ സഹോദരിയുമായി സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞത്, സ്തോത്രം, അല്പനേരമൊക്കെ ഞങ്ങള് ആ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തപ്പോ കണ്ട കാഴ്ച, കുഞ്ഞ് പെട്ടെന്ന് ബോധം മറയുന്ന അവസ്ഥയിലേക്ക് പോയി, കണ്ണ് മറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ആമേൻ, ഡോക്ടറിനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോ ക്രിട്ടിക്കലായി. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ലൈഫ് ലൈനിലേക്ക് മാറ്റാൻ അവർ നിർദ്ദേശിച്ചു. ആമേൻ, പെട്ടെന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ തന്നെ രോഗം മൂർച്ഛിച്ചു വരികയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിന് മേജറായി ഫിക്സ് വന്നു. സ്തോത്രം. ആ കാഴ്ചയൊക്കെ വളരെ വളരെ വേദനയോടും തകർന്ന ഹൃദയത്തോടും കൂടെ കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആമേൻ, സ്തോത്രം, സ്തോത്രം. ആമേൻ, പെട്ടെന്ന് എന്റെ ലൈഫ് ലൈനിലേക്ക് അവളെ ആംബുലൻസിലേക്ക് കൊണ്ടുപോയി. ക്രിട്ടിക്കൽ, ആമേൻ, സ്തോത്രം, ആയി. അല്പനേരം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഐസിയുലേക്ക് മാറി. അവിടെ പെട്ടെന്ന് ടെസ്റ്റിലൂടെ തിരിച്ചറിഞ്ഞു അവർക്ക് വൈറസ് മെനിഞ്ചൈറ്റിസ് ആണ്. അവിടെ നിന്ന് ആമേൻ, പ്രഭാതത്തിൽ പെട്ടെന്ന് അവൾ അബ്നോർമലായി ഇടപെടാൻ തുടങ്ങിയത് കൊണ്ട് സ്തോത്രം, ഇത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കണം, പീഡിയാട്രിക് ന്യൂറോളജി. ആമേൻ, SITയിലും പിന്നെ കിംസിലും ഉള്ളൂ. പക്ഷേ കുഞ്ഞിന്റെ അധിക സമയങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 1.5 മണിക്കൂറിനകത്ത് പിന്നെയും അവിടെ കൊണ്ട് ഐസിയുലാക്കണം എന്നൊക്കെ പറഞ്ഞു. ആമേൻ, സ്തോത്രം. ആ സമയങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ നടുവിൽ ശുശ്രൂഷിക്കാൻ ആമേൻ സമയങ്ങൾ സ്തോത്രം ക്രമീകരിച്ചിരുന്നത്. ആമേൻ, സ്തോത്രം. ആ സമയത്ത് ഞാൻ അതെല്ലാം മറന്നുപോയി. പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് കൊണ്ടുപോയി. ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. അവിടെ ചെന്നപ്പോഴും ഐസിയുലേക്ക് മാറി. സ്തോത്രം. 2-3 ദിവസത്തിനുള്ളിൽ അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തെങ്കിലും അവളുടെ ആരോഗ്യം അത്ര കണ്ട് മെച്ചമായിരുന്നില്ല. ആമേൻ, സ്തോത്രം. പെട്ടെന്ന് അടുത്ത ദിവസം, അതായത് ഒരു ശനിയാഴ്ച ഡിസ്ചാർജിനുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വീട്ടിൽ പോയി വിശ്രമിച്ചിട്ട് വരുന്ന മതി എന്ന് പറഞ്ഞു. ദൈവം ഓരോ ക്രമീകരണങ്ങൾ ചെയ്യുന്ന തിന്മയ്ക്കല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ അനുഭവം അവിടെ തന്നെ ഉണ്ടായി. കാരണം സ്തോത്രം, അന്നേരം അടയ്ക്കാനുള്ള സാമ്പത്തികം എന്റെ കയ്യിൽ അന്നേരം ദൈവാത്മാവ് തന്നില്ല. അത് വലിയൊരു നന്മയാണെന്ന് എനിക്ക് തോന്നി. കാരണം ആ സമയം ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ചിരുന്നെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. ആമേൻ. അതും
ആമേൻ സ്തോത്രം. തന്നെയുമല്ല, അവൾ പൂർണ്ണമായി ബലപ്പെട്ടില്ല. രണ്ടുപേരും പിടിക്കാതെ എഴുന്നേറ്റ് നിൽക്കില്ല. വെട്ടത്തേക്ക് നോക്കാൻ ഭയങ്കര പ്രയാസമുണ്ട്, വലിയ ക്ഷീണമുണ്ട്. ഇതൊക്കെ കാരണം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഒരു ദിവസം കൂടെ നമുക്ക് നോക്കിയിട്ട് ആമേൻ ഡിസ്ചാർജ് ചെയ്താൽ മതി. ആ ഒരു ദിവസത്തേക്കൂടെ നീട്ടി ഞായറാഴ്ചയാണ് പെട്ടെന്ന് വീണ്ടും ആമേൻ ഫിക്സ് വന്നു. ഓക്സിജൻ ലെവലൊക്കെ 30-ലും 20-ലും ഒക്കെ താഴെ പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. ആമേൻ സ്തോത്രം. ആ സമയങ്ങളൊക്കെ വലിയ ഭാരം എനിക്കുണ്ടായി. എങ്കിലും എന്റെ ഒരു വിഷയത്തിന് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി എത്ര പേർക്ക് വേണ്ടിയാണ് ഫോണിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ശുശ്രൂഷ കഴിഞ്ഞിട്ട് ആമേൻ അനേക ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആമേൻ സ്തോത്രം, അതിന്റെ എല്ലാ കടവും കൂടെ കർത്താവ് ഈ ഒരു അവസരത്തിൽ ദൈവം തന്നു. അതായത് എന്റെ ഒരു വിഷയത്തിന് എനിക്കൊരു സ്തോത്രം പോലും പറയാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അനേക ദൈവമക്കളെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഒരുക്കി. ദൈവം വിശ്വസ്തനാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളും ആത്മാർത്ഥമായ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞായറാഴ്ച ആ വെന്റിലേറ്ററിൽ നിന്ന് കുഞ്ഞ് എഴുന്നേറ്റത് ഒരു വലിയ സൗഖ്യത്തോടു കൂടെയാണ്. 4 മണിക്കൂറിനകത്ത് ബോധം വരുമെന്ന് പറയുന്ന കുഞ്ഞ് ഏകദേശം 11 മണിക്കൂറോളം ബോധമറ്റ അവസ്ഥയിൽ ആമേൻ സ്തോത്രം മയക്കത്തിൽ സ്തോത്രം വെന്റിലേറ്ററിൽ കടന്നു. 4 മണിക്കൂർ മുതൽ ഞാൻ ചെന്ന് വിളിക്കുകയാ, കുഞ്ഞ് എഴുന്നേക്കുന്നില്ല. 11-ാമത്തെ മണിക്കൂർ കുഞ്ഞിനെ വിളിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനോടുകൂടെ സ്തോത്രം വെന്റിലേറ്ററിൽ കിടന്ന 7 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ഞങ്ങൾ ഇതുപോലൊരു പ്രതിസന്ധിയിൽ മുൻപ് പോയപ്പോ ഒരു ദൈവാസനിലൂടെ ആലോചന കേട്ടത് ഇങ്ങനെയാ: വെന്റിലേറ്ററിൽ നിങ്ങൾ കയറി പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന്. ആലോചന പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോ അവിടെ കിടന്ന 7 കുഞ്ഞുങ്ങൾ, ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്ന 7 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ കുഞ്ഞിന്റെ ബെഡിന്റെ അരികിൽ നിന്നുകൊണ്ട് കരമുയർത്തി പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് എനിക്ക് ബലപ്പെടുത്തി. അതിനുശേഷം 11-ാമത്തെ മണിക്കൂർ എന്റെ കുഞ്ഞിനെ വിളിച്ചപ്പോ പൂർണ്ണ സൗഖ്യത്തോടെ അവൾ എഴുന്നേറ്റു. അതിനു മുൻപ് അല്പം ഓക്കെ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോ 2 പേര് പിടിച്ച് എഴുന്നേൽക്കാൻ കഴിയും. പക്ഷേ അല്പ മണിക്കൂറിനകത്ത് തന്നെ ഐസിയുവിനകത്ത് തന്നെ കുഞ്ഞ് ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച കാണുവാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ അനുഭവങ്ങൾ പറയുമ്പോൾ പല സ്തോത്രം പലരുടെയും സാക്ഷ്യങ്ങൾ ഹൃദയത്തിനകത്ത് വേദന ഉണ്ടാക്കി. 2 വർഷത്തിലധികമായി ഈ രോഗം വന്നിട്ട് റിക്കവർ ആകാത്തവർ ഇന്നും എനിക്ക് അറിയാവുന്നവരുണ്ട്. സ്തോത്രം വിവിധ അതിന്റെ ഭവിഷ്യത്തുകൾ പിന്നീട് അനുഭവിക്കുന്ന പ്രിയമുള്ളവരെ പലരെയും ഞാൻ കണ്ടിട്ടുമുണ്ട്. എന്നാൽ പൂർണ്ണ ആരോഗ്യവതിയായി അവൾ തിരിച്ചു വന്നു. ഞങ്ങളിപ്പോൾ ഭവനത്തിലാണ്. ഏകദേശം 3 മാസത്തേക്കും കൂടെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം പോയി ചെക്കപ്പ് ചെയ്തപ്പോ അറിയുവാനായിട്ട് കഴിഞ്ഞു. 1 മാസവും കഴിഞ്ഞൂടെ സ്കൂളിൽ വിട്ടാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിരുന്നാലും ജീവനോടെ കുഞ്ഞിനെ ദൈവാത്മാവ് ഞങ്ങൾക്ക് മടക്കി തന്നു. ഐസിയു ബെഡിനകത്തേക്ക് കരമുയർത്തി ആത്മാവിൽ കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, മറ്റൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കെട്ടപ്പെട്ടവനായി അടുക്കി വെച്ച വിറകിന് മുകളിൽ ഇസഹാക്ക് കിടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു പോറല് പോലും ഇല്ലാതെ സ്തോത്രം അബ്രഹാമിന് തന്റെ മകനെ മടക്കി കൊടുത്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ എനിക്ക് അങ്ങനെ വേണമെന്ന് ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അങ്ങനെ തന്നെ ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുകയാ. കർത്താവ് ഇന്ന് പകലിലും സ്തോത്രം വിശ്വസ്തയോടെ ഈ രാത്രിയിലും നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മടുപ്പില്ലാത്തവരായി മുന്നോട്ട് പോകാം. പ്രിയമുള്ളവരെ, തന്റെ പ്രതിസന്ധിയെ പ്രാർത്ഥന കൊണ്ട് നേരിട്ട കർത്താവ് നമ്മളോടും ഇന്ന് പകൽ സ്തോത്രം ഈ സമയം പറയുകയാണ്, നമ്മുടെ പ്രതിസന്ധിയെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് തന്നെ നേരിടണം. അല്ലാതെ നേരിടാൻ അനേക വഴികൾ ലോകമനുഷ്യന് ജഡമനുഷ്യനുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഒരു ആത്മീയനെ സംബന്ധിച്ച് നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ മുട്ടിന്മേലുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം അതിനെ നേടിയെടുക്കാനുള്ള കൃപ ദൈവാത്മാവ് ഇന്ന് നാളുകളിൽ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് എഴുന്നേറ്റത് ഒരു ദൃഢനിശ്ചയത്തോടെയാണ്. അപ്പോ കാഴ്ചപ്പാടാണ് ഈ വചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ആ പ്രാർത്ഥനയെ തനിക്ക് ലഭിച്ച കരുത്ത്? ഈ ദൂതാണ് തന്റെ കരുത്ത്. ദൂതൻ ഇറങ്ങി എങ്ങനെയാ ശക്തിപ്പെടുത്തിയതെന്നൊന്നും വചനത്തിനകത്ത് കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. പഴയ നിയമചരിത്രം പഠിച്ചാൽ ദൂതൻ ഇറങ്ങിയെടുത്ത് തൊട്ട് ബലപ്പെടുത്തിയെന്നൊക്കെ കാണാൻ കഴിയുന്നു. ദൂതുവാകിയാണ് ദൂതൻ. ദൂത് പറഞ്ഞു ഉറപ്പിക്കാറുണ്ട്. ഇത് രണ്ടും ചിലപ്പോ ഗത്സമന പ്രാർത്ഥനയിൽ നടന്നിട്ടുണ്ടാകുമെന്ന്
ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. പിതാവിന്റെ സന്നിധി മുട്ടുകുത്തി കവണ്ണു വീണ കർത്താവിന്റെ ചുമലിൽ ദൂതൻ ഇറങ്ങി തൊട്ടിട്ടുണ്ടാകാം. സ്തോത്രം. ഒരു ദൂത് പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടാകാം. ആ ദൂതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അകത്ത് വ്യാപരിച്ചുറപ്പിനെയാണ് പ്രവചനാത്മാവിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. യഹോവയായ കർത്താവിനെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെയാക്കിയിരിക്കുന്നു. എന്താ തീക്കല്ല്? ആയുധം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കട്ടിശിലയാണ്. പെട്ടെന്നൊന്നും രൂപഭേദം വരുത്താൻ കഴിയില്ല. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ അഭിഹരിക്കുന്ന എന്റെ പ്രശ്നങ്ങളുടെ ചെറുനിഴല് പോലും നിങ്ങൾക്ക് എന്റെ മുഖത്ത് കാണാൻ കഴിയില്ല. കാരണം ഞാൻ എന്റെ വലിയ ഒരു ഉറപ്പിന്റെ മേലാണ് നിൽക്കുന്നത്. കർത്താവ് എന്നെ സഹായിക്കുകയാ. ഈ കഷ്ടതയുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ വേദനയുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ഭാരത്തിന്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ക്രൂശ് ഞാൻ ഒറ്റയ്ക്കല്ല വഹിക്കുന്നത്. എന്നെ സഹായിപ്പാൻ എന്റെ കർത്താവുണ്ട്. സ്തോത്രം. അല്പം നേരം ഞാൻ ഈ തകർച്ചയിലൂടെ പോകുമ്പോഴും ലജ്ജ എന്നെ മൂടുന്ന ഭാവിയല്ല എന്നെ കാത്തിരിക്കുന്നത്. എന്റെ മുഖം അതിതേജസ്സോടെ അതിമോഹത്വത്തോടെ ഉയർത്തപ്പെടുന്ന സ്തോത്രം ഒരു ഉയർപ്പിന്റെ പ്രതീക്ഷ എന്റെ മേൽ വന്ന് വീഴുകയാണ്. അതെ, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദൈവാത്മാവ് തരുന്ന നിയോഗത്തെ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ചില പ്രതിസന്ധികളെ നോക്കി ചോദ്യങ്ങളുമായി ഇന്ന് ഈ സമയം ദൈവത്തേക്ക് നോക്കുന്ന ദൈവോദലേ, ആത്മാവിൽ അടിയുറച്ച് ഈ വചനത്തെ അങ്ങനെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ പാകട്ടെ. ഒരിക്കലും നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങളുടെ തല ഉനിയപ്പെടുന്ന റിസൾട്ട് അല്ല ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ തല ഉനിയുന്ന അനുഭവം അല്ല നിങ്ങൾ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ തലയെ ഉയർത്തുന്ന, പുതിയ എണ്ണ തേപ്പിക്കുന്ന, നിങ്ങളെ കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഭാരത്തെ മാറ്റിവെക്ക്, നിരാശകളെ ആത്മാവിൽ ശാസിക്ക്. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, ലജ്ജിച്ചു പോകയില്ല. ആവർത്തിച്ച് ഹൃദയത്തിനകത്ത് വിഷാദ ഇടുന്ന ചോദ്യമില്ലേ, ഞാൻ ലജ്ജിച്ചു പോകുമോ കർത്താവേ? എന്റെ തല കുനിഞ്ഞു പോകുമോ? ഒരിക്കലുമില്ല. ഈ കഷ്ടത ഒരു ബ്രാക്കറ്റ് പീരീഡിലേ ഉള്ളൂ. ഇതിനപ്പുറം നിന്റെ തല ഉയരുന്ന ഒരു അനുഭവം ദൈവാത്മ കരുതി വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാകാം ഗെത്സമന തോട്ടത്തിൽ ദൂതനിറങ്ങി തന്നോട് പറഞ്ഞ ആലോചന. സ്തോത്രം. ഇത് താൽക്കാലികമാണ്. നിന്റെ തല ഉയർത്തുന്ന ഒരു ഉയർപ്പിന്റെ ദിവസം നിനക്ക് വേണ്ടി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോ. കർത്താവ് നിന്നെ സഹായിക്കാൻ പോകുകയാ. കർത്താവ് എഴുന്നേറ്റത് വലിയ ഉറപ്പിന്റെ മേലാണ്. അല്പം മുൻപ് താൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. വ്യാകുലപ്പെടാൻ ഭാരപ്പെട്ടു തുടങ്ങിയ കർത്താവ് ഒരു വലിയ ഉറപ്പോടെയാണ് എഴുന്നേൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ ഹൃദയത്തെ ദൈവാത്മ ഉറപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലേക്ക് ദൈവാത്മ നമ്മളെ കൊണ്ടുവരികയാണ്. ഇല്ല, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങളുടെ പ്രതിസന്ധികളെ ജയിക്കുന്ന ആത്മീക കരുത്തുള്ളവരായ ദൈവാത്മാവ് ഇതിന്റെ നടുവിൽ ചിലരെ ആക്കി മാറ്റുകയാണ്. സ്തോത്രം. അവൻ എഴുന്നേറ്റു, വരുവീൻ നാം പോകാം. ദൃഢമായ ഒരു ഉറപ്പും ദർശനവും നിശ്ചയവും പ്രാപിച്ചിട്ടാണ് പ്രാർത്ഥനക്കാരൻ എഴുന്നേൽക്കുന്നത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഉറപ്പുണ്ട് കേട്ടോ. അവർ ചഞ്ചലപ്പെടേണ്ടി വരികയില്ല. അടുത്ത നിമിഷത്തെ കുറിച്ചുള്ള കൃത്യമായ ധാരണ പ്രാർത്ഥനാ മനുഷ്യനെ ദൈവാത്മ പകർന്നു കൊടുക്കും. നോക്ക്, എന്നെ പിടിക്കുന്നവർ അടുത്തിരിക്കുന്നു, എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു. വരുവിൻ, എഴുന്നേൽപ്പിൻ, നാം പോകാം എന്ന് പറഞ്ഞ് താൻ എഴുന്നേൽക്കുകയാണ്. തുടർന്നുള്ള തന്റെ ചെറു ചലനങ്ങളെ പോലെ നമ്മൾ നോക്കിയാൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകതകളാ കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാ? പെട്ടെന്ന് ഓടിച്ചെന്ന് പറയട്ടെ. പ്രാർത്ഥിച്ചവൻ എഴുന്നേറ്റ് എന്നത് ഓടാനല്ല, അവനെ ദൈവാത്മ ഉറപ്പിച്ചു നിർത്തുകയാണ്. പ്രാർത്ഥിക്കാത്തവൻ ഓടിപ്പോകും കേട്ടോ. പ്രാർത്ഥിക്കാത്തവൻ സ്തോത്രം പിൻവാങ്ങിപ്പോകും. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ തന്റെ പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കും. കർത്താവ് അവിടെ തന്നെ നിന്നു. പിടിക്കാൻ വന്നപ്പോൾ സ്തോത്രം ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അങ്ങനെയാണ് ദൈവവചനത്തിൽ കാണുന്നത്. പ്രാർത്ഥിക്കാത്തവനെല്ലാം ഓടി, പക്ഷേ പ്രാർത്ഥിച്ചവൻ നിയോഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാ. ഓടിച്ചു കളയാൻ, നിയോഗത്തിൽ നിന്ന് പിന്മാറ്റി കളയുവാൻ, പിശാച് വെച്ചിരിക്കുന്ന സകല പദ്ധതികളെയും പ്രാർത്ഥന കൊണ്ട് ജയിക്കാൻ ദൈവാത്മാവ് ഇന്ന് പകൽ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചാൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കും. ഓടിച്ചു കളയാൻ പാകത്തിന് പിശാച് വെല്ലുവിളിക്കുന്ന ഇടത്ത് ഉറപ്പിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രാർത്ഥനാ മനുഷ്യർ കാണും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആരൊക്കെയോ പ്രവചിക്കുകയാണെന്ന് എനിക്ക് ആത്മാവിൽ അറിയാം. ഇന്ന് പകലിലും ഓടിപ്പിച്ചു കളയാൻ
നിൽക്കുന്ന ഇടത്ത് നിന്ന് ആമേൻ നിങ്ങളെ പതറിപ്പിച്ച് കളയുവാൻ പിശാച് വെച്ചിരിക്കുന്ന സകല കെണികളെയും വചനത്തിന്റെ ആത്മാവിനാൽ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഇല്ല, ദൈവാത്മാവ് നിങ്ങളെ ഉറപ്പിച്ച് നിർത്താൻ പോകുകയാണ്. നിയോഗത്തിൽ നിങ്ങൾ ഒന്നും ഒളിച്ചോടണ്ട, കർത്താവ് നിങ്ങളെ ഉറപ്പിച്ച് നിർത്താൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊന്ന്, പ്രാർത്ഥന മനുഷ്യന്റെ പ്രത്യേകത, അവൻ തന്റെ വ്യക്തിത്വത്തെ മറച്ചു വെക്കുന്നില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഞാൻ തന്നെയാണെന്ന് അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. അവനൊന്നും ഭയപ്പെടേണ്ടതില്ല, അവനൊന്നും ഭാരപ്പെടേണ്ടതില്ല, ധൈര്യത്തോടെ നിലനിൽക്കുകയാണ്. കാരണം അവന്റെ അടുത്ത നിമിഷത്തെ കുറിച്ച് അവനൊരു കൃത്യമായ ബോധ്യമുണ്ട്. ദൈവം അവന്റെ അടുത്തുണ്ടെന്നുള്ള കൃത്യമായ ഉറപ്പ് തന്റെ മേൽ വ്യാപരിക്കുകയാണ്. ആമേ സ്തോത്രം. അവിടെ തന്നെ വെളിപ്പെടുത്തിയുണ്ട് തനിക്ക് കൂടുതലായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് താൻ അറിയുന്നു. ആമേ സ്തോത്രം. താൻ അവിടെ തന്നെ വെളിപ്പെടുത്തിയ, പക്ഷേ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം കൊടുത്തിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സജ്ജമാകാത്ത പത്രോസൊക്കെ ഉണ്ടല്ലോ. ആമേൻ തന്നെ തന്നെ മറച്ചു പിടിക്കുന്ന കാണാൻ കഴിയുന്നു. ആമേൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ലെന്ന് ആമേൻ പലയാവർത്തി താൻ ആമേ സ്തോത്രം തന്റെ വ്യക്തിത്വത്തെ മറച്ചു പിടിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. പ്രാർത്ഥനയില്ലായ്മയുടെ വലിയ ദുരന്തമാണത് കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആരാണെന്ന് ദേശം അറിയട്ടെ, നമ്മൾ ആരാണെന്ന് ആമേ സ്തോത്രം നമ്മളോട് സഹകരിക്കുന്നവർ അറിയട്ടെ, നമ്മുടെ പ്രതിയോഗി അറിയട്ടെ. ഇന്ന് പകലിലും തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്ന ആത്മീയ കാഴ്ചപ്പാടുള്ള ദൈവമക്കൾക്കായി ദൈവസന്നിധിയിൽ സ്തോത്രം പറയുന്നു. തീർന്നില്ല, അടുത്ത നിമിഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കഷ്ടതയെ സധൈര്യം നേരിടുകയാണ്. ചില മനഃപൂർവ്വ മൗനങ്ങളെ പ്രാർത്ഥന മനുഷ്യരിൽ നമുക്ക് കാണുന്നു. അവൻ ഉത്തരമൊന്നും പറയായികയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു. ഞാൻ ഓടിച്ചു പോകുക, എന്നേക്കാൾ ശക്തമായി വചന നിറവ് ഉള്ള ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓടിച്ച ദൂത് നിങ്ങളുടെ ഉള്ളിലേക്ക് പങ്കുവയ്ക്കുവാൻ കർത്താവ് ക്ഷണപ്പെടുകയാ. ചില മനഃപൂർവമായ മൗനങ്ങൾ പ്രാർത്ഥനാ മനുഷ്യന്റെ ലക്ഷണമാണ് കേട്ടോ. എല്ലായിടത്തും നമ്മൾ എല്ലാം പറയാനുള്ളവരല്ല, എല്ലായിടത്തും സ്തോത്രം സംസാരിക്കാനുള്ളവരല്ല. ചിലയിടത്ത് ദൈവാത്മാവ് തരുന്ന നിയോഗത്തിൽ മിണ്ടാതിരിപ്പാനുള്ള ഒരു കൃപ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാം, ഈ വചനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന നിയോഗം ഇത്രയേ ഉള്ളൂ. ആത്മീയന്റെ ചില നേരത്തെ സംഭാഷണങ്ങൾക്കാൾ ശക്തമാണ് ചില നേരത്തെ മൗനം എന്ന് പറയുന്നത്. ഞാൻ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ആഹ്വാനം ലഭിച്ചാൽ പിന്നെ അതിനകത്ത് സംസാരിക്കാൻ പോകരുത്. അതിന്റെ അർത്ഥം നീ മണ്ടനും സ്തോത്രം നീ കൊള്ളരുതാത്തവനുമായി മാറുമെന്നല്ല, നീ പരാജയപ്പെട്ടു പോകുമെന്നല്ല. നീ സംസാരിക്കാതിരിക്കുമ്പോൾ നിന്നേക്കാൾ നന്നായി സംസാരിക്കാൻ അറിയുന്നവൻ നിനക്ക് വേണ്ടി സംസാരിക്കുമെന്നാണ് ആ വചനത്തിന്റെ ശക്തമേറിയ വെളിപ്പാടെന്ന് പറയുന്നത്. ദൈവം സംസാരിക്കാൻ ഇടം കൊടുക്കാൻ നമുക്കൊന്ന് പരിശീലിപ്പിക്കപ്പെടാം. ഹല്ലേലൂയ, സ്തോത്രം. ചില മനഃപൂർവ്വ മൗനങ്ങൾ. കർത്താവിനോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയ ആ സമയം കർത്താവിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവെ, എന്തുമായാലും ക്രൂശീകരിക്കപ്പെടാൻ പോവല്ലേ. സ്തോത്രം. നല്ല രണ്ട് വർത്താനം പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. നിനക്ക് ഉത്തരം പറയാൻ പ്രാപ്തി ഉണ്ടല്ലോ. 12ാമത്തെ വയസ്സിൽ നിന്റെ സംഭാഷണം കേട്ട് ഞെട്ടിത്തരിച്ചിരുന്ന സ്തോത്രം അനുഭവങ്ങൾ ഉണ്ടല്ലോ. കർത്താവ്, എന്തുകൊണ്ട് നീ മറുപടി പറയുന്നില്ല? കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം, തന്റെ മേലുള്ള വലിയ നിയോഗങ്ങൾ ഒരു ചെറുവാക്ക് കൊണ്ടുപോലും അട്ടിമറിക്കപ്പെട്ടു പോകരുതെന്ന് താൻ വലിയ നിർബന്ധമുള്ളവനാണ്. ഇന്ന് പകലിലും വാക്കുകൾക്ക് ശക്തി ഉണ്ട് കേട്ടോ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല, അന്യഭാഷ പറയുന്ന നാവുകൊണ്ട്, പ്രാർത്ഥിക്കുന്ന നാവുകൊണ്ട്, ദൈവസന്നിധി നിലവിളിക്കുന്ന നാവുകൊണ്ട് എല്ലാം പറയാൻ പോകരുത്. ദൈവസന്നിധി വളരെ ജാഗരൂകമായി നാവിനെ ജാഗ്രതയോട് ഉപയോഗിക്കാൻ ദൈവാത്മ വചനത്തിലൂടെ നമ്മളോട് നിർബന്ധമായി ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ചില ചെറിയ വാക്കുകൾ കൊണ്ട് പോലും നമ്മുടെ വലിയ നിയോഗങ്ങൾ അട്ടിമറിക്കപ്പെട്ടു പോകാം. എന്താണ് ശ്രമിക്കുന്നത്? പീലാത്തോസ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ആ ക്രൂശുമരണത്തെ ഒന്നില്ലാതാക്കാൻ. പക്ഷേ തന്റെ മേൽ ദൈവമിട്ട നിയോഗത്തെ ഒരു ചെറുവാക്കു കൊണ്ടുപോലും അട്ടിമറിക്കുവാൻ പിശാചിന് അനുവാദം കൊടുക്കാത്ത കർത്താവിനെ നമ്മൾ കാണാൻ കഴിയുന്നു. ഇന്ന് പകലും പ്രാർത്ഥന മനുഷ്യൻ കൃത്യമായി തിരിച്ചറിയട്ടെ. ചില മനഃപൂർവമായ മൗനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറട്ടെ. പക്ഷേ പത്രോസിൽ നമ്മൾ എന്താ കാണുന്നേ? അദ്ദേഹത്തെ മാത്രമാണ് നമ്മൾ അവരിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. ഒരു സന്ദേശം പറയാം. പരിഹാസത്തിന്റെയും
വിസ്താരങ്ങളുടെയും പീഡകളുടെയും ആരോപണങ്ങളുടെയും ഒക്കെ നടുവിൽ മൗനം പാലിക്കുന്ന കർത്താവ് പ്രാർത്ഥനാ മനുഷ്യനായി നിലകൊള്ളുമ്പോ സ്തോത്രം, നോക്കിയേ, പ്രാർത്ഥനയ്ക്കാകുവാൻ ലഭിച്ചിട്ടും പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവൻ അവൻ തള്ളിപ്പറയുവാൻ തുടങ്ങി. അതുകൊണ്ട് അവസാനിക്കത്തില്ല എന്ന് മനസ്സിലായപ്പോ അവൻ ആണയിടുവാനും പ്രാകുവാനും തുടങ്ങിയെന്നൊക്കെയാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. നാവിനെ വല്ലാതെ വികലമായി ഉപയോഗിക്കാൻ പിശാച് ഉപയോഗിക്കുകയാണ്. ആമേ. പക്ഷെ പ്രാർത്ഥന മനുഷ്യൻ ചിലയിടത്ത് മൗനം പാലിക്കുന്നു, പറയേണ്ടത് മാത്രം പറയുന്നു. ആമേ, സ്തോത്രം. ഇത് നമ്മുടെ വലിയ ക്വാളിറ്റിയാണ്, പ്രാർത്ഥന മനുഷ്യന്റെ പ്രത്യേകതയാണ്. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ പ്രിയമുള്ളവരെ. പ്രാർത്ഥിച്ചവൻ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആമേൻ. എന്തിനായി പ്രാർത്ഥിക്കുന്നത്? മനഃപൂർവമായി ചിലത് ക്ഷമിച്ചു കളയാനുള്ള കൃപ നമുക്ക് വേണം പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ കഴിയാത്ത? നമ്മുടെ ഭാഗത്ത് 100% ന്യായങ്ങൾ നിൽക്കുകയാണ്. ആമേൻ, സ്തോത്രം. അന്യായമായി അനുഭവിക്കേണ്ടി വന്ന വേദനകളുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിൽ നിന്നും ഹൃദയത്തിനേറ്റ മുറിവുകൾ ഇന്നും മായാതെ കിടക്കുകയാണ്. ഈ ദൂതന്റെ മേൽ പകരുമ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, നീ ക്രൂശിലേക്ക് നോക്ക്. ആമേൻ. ഉച്ച മുതലുള്ള കാല് വരെ ആമേൻ അടിയേറ്റു മുറിഞ്ഞവനായി കർത്താവ് കിടക്കുന്ന കാഴ്ച ദൈവം എന്നെ കാണിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നത് 5000-ലധികം മുറിവുകൾ ആ ശരീരത്തിനകത്തുണ്ടെന്ന. അയ്യോ, എവിടെയാ മുറിയാത്തത്? പക്ഷെ കർത്താവ് ഈ വചനം തന്നിട്ട് പറയുകയാണ്, നീ അവന്റെ ഹൃദയത്തിലേക്ക് നോക്ക്. ഈ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ കർത്താവിന്റെ ഹൃദയം എനിക്ക് കാണിച്ചു തന്നിട്ട് കർത്താവ് പറയും, നോക്കിയേ, ഏതെങ്കിലും ഒരു മുറിവ് അതിനകത്ത് അവശേഷിക്കുന്നുണ്ടോ? ഞാൻ കണ്ട കാഴ്ച, ഒരു മുറിവ് പോലും തന്റെ ഹൃദയത്തിൽ കരുതി വെക്കുന്നില്ല. തന്നോട് ആമേൻ, സ്തോത്രം, തന്നെ വേദനിപ്പിച്ചവരോട്, തന്നെ കന്നത്തടിച്ചവരോട്, രോമം വലിച്ചു പറിച്ചവരോട്, ആമേൻ, സ്തോത്രം, എന്നിലേറെ ആക്ഷേപിച്ചവരോട്, കളിയാക്കിയവരോടൊന്നും ഒരു മുറിവ് പോലും ഹൃദയത്തിൽ കരുതി വെക്കാതെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, പക്ഷേ ഞാൻ അവളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല, അവനിൽ നിന്ന് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ആമേൻ. ഞാൻ അത് അനുഭവിക്കേണ്ടി വന്നതല്ല, ഞാൻ അത് അങ്ങനെ ഒരു കാരണവശാലും ഞാൻ അനുഭവിക്കേണ്ട വേദനയില്ല. എനിക്കത് സഹിക്കാൻ വയ്യ. ആ കാര്യം ഓർക്കുമ്പോൾ, ആ സ്ഥലത്തെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ, ആ വ്യക്തിയെ കാണുമ്പോൾ ആ വേദന ഇങ്ങനെ തികട്ടി വരികയാണ്. ചില വർഷങ്ങൾ പഴക്കമുണ്ട് ആ വേദനയ്ക്ക്. ഇന്ന് പകലാതേക്കോ ഹൃദയങ്ങളെ ദൈവാത്മ സൗഖ്യമാക്കുകയാണ്. ദൈവം ഇതിലെ നിന്റെ അസാധാരണമായ ഒരു ദൈവ പദ്ധതി മുന്നിൽ നിൽക്കുമ്പോ അതിനെ തടയുവാൻ ഈ ചെറിയ മുറിവുകൾ ഇട്ട് പിശാച് വല്ലാതെ പോരടിക്കുമ്പോ ചിലതിനെ മനഃപൂർവമായി വിട്ടുകളയുവാൻ ആത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ശരിയാ, 100% നിങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളത്. പക്ഷേ ഇന്ന് പകൽ തീരുമാനമെടുക്കട്ടെ, ഞാനത് മനഃപൂർവമായി വിട്ടുകളയുകയാണ്. കാരണം ഒരു വലിയ ഉയർപ്പെന്നെ കാത്തിരിക്കുകയാണ്. ഒരു തേജസ്സിന്റെ വ്യാപാരം എന്റെ മേൽ വരാൻ പോകുകയാണ്. ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തെ തെളിയിക്കപ്പെടുന്ന ചില ശക്തമേറിയ ദൈവപ്രവൃത്തിയെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചിലതിന്റെ ഹൃദയത്തിൽ കരുതി വെക്കാതെ ഞാൻ ഇന്ന് പകൽ അതിനെ വിട്ടുകളയുകയാണ്. ആത്മാവിൽ ഒന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും പ്രിയമുള്ളവരെ? പ്രാർത്ഥനക്കാരൻ തകർന്ന ചരിത്രമല്ല പിന്നെ കാണുന്നത്, പ്രാർത്ഥനക്കാരൻ ആമേൻ, സ്തോത്രം, ഉയർത്തെഴുന്നേൽക്കുന്ന ആമേൻ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നോക്കിയേ, ആമേൻ, സ്തോത്രം, ക്രൂശിൽ മരിക്കാതിരിക്കാൻ പിശാച് ശക്തമായിട്ട് ആമേൻ പോരാടി. പക്ഷെ അതിന്റെ നടുവിൽ ആമേൻ സധൈര്യം അതിലേക്ക് കാൽച്ചുവടെടുത്ത് വയ്ക്കുന്നവൻ, തന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ അവസാനത്തെ പോയിന്റ് വരെ ദൈവം തന്നെ എത്തിക്കുന്നത് ആമേൻ നമുക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ കഴിയും. പ്രാർത്ഥനയുടെ റിസൾട്ട് എന്തായിരുന്നെന്ന് അറിയാമോ? ആമേൻ കൽത്തളത്തിലെ തകർന്നു പോകേണ്ടുന്നവൻ ആമ വഴിയാത്രയിൽ പലതാവർത്തി ക്രൂശുമായി വീണും എഴുന്നേറ്റും പോയപ്പോ ആ ഭീതിയുടെ നടുവിൽ ആമേൻ തീരണ്ടുന്ന ആമേൻ സ്തോത്രം പല അനുഭവങ്ങളും ഉണ്ടായി. പക്ഷേ അവിടെ ഒന്നും താൻ തകർന്നു പോകാതെ തന്നെ കുറിച്ചുള്ള ദൈവപദ്ധതിയുടെ അവസാന പോയിന്റിൽ വരെ എത്തിക്കുവാൻ ദൈവം അവനെ സഹായിച്ചു എന്നുള്ളത് ആമേൻ ഈ ദൂതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ വിളിച്ചു പറയാം. ആരൊക്കെയോ പറയുന്നു, അയ്യോ ഞാൻ തീർന്നു പോകുമോ, അയ്യോ ഞാൻ തകർന്നു പോകുമോ, ആ ദൂതിന്റെ പൂർത്തീകരണം എനിക്ക് കാണാൻ കഴിയുമോ? ദൈവാത്മ പറയുന്നു, രക്തം എത്ര വാർന്നു പോയിട്ടും, എത്ര ക്ഷീണം വഹിച്ച ശരീരത്തിനകത്ത് ക്രൂശ് വഹിച്ചിട്ടും, ആമെ പല ആവർത്തി രീതിയിൽ വീണിട്ടും, ആമെ സ്തോത്രം, തന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ അവസാന പോയിന്റ് വരെ എത്തിക്കേണ്ടതിന് ദൈവം ബലപ്പെടുത്തിയ ഒരു ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നു. ഒരിടത്തും നീ തകരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവ പദ്ധതിയുടെ അവസാന പോയിന്റിൽ വരെ
ആമേൻ എന്നെ എത്തിക്കുന്ന ആമേൻ സ്തോത്രം വാത്സല്യ പിതാക്കന്മാരെ, എന്റെ മാതാക്കളെ, ആമേൻ വാത്സല്യ സഹോദരങ്ങളെ, നമ്മളെ എത്തിക്കുന്ന ഉയരത്തിലെ നല്ല ഉത്തരവാദിയായ പിതാവ് നമ്മളോട് കൂടെയുണ്ട്. ആമേൻ വീതിയിൽ ഉലഞ്ഞു പോകുവാൻ, ആയുസിന്റെ പകുതിയിൽ തകർന്നു പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്ന ദൈവമല്ല. കർത്താവിന്റെ ജീവിതവും ശുശ്രൂഷയും മരണവും ഉയർപ്പും ഒക്കെ പഠിച്ചാൽ കർത്താവ് ജനിക്കാതിരിക്കാൻ, ജനിച്ച കർത്താവ് ജീവിച്ച് ശുശ്രൂഷിക്കാതിരിക്കാൻ, അങ്ങനെ ശുശ്രൂഷയിൽ മുന്നോട്ട് വിശ്വസ്തയോടെ പോയ കർത്താവ് നിയോഗപ്രകാരം ക്രൂശിൽ യാഗമാകാതിരിക്കാൻ, ക്രൂശിൽ യാഗമായ കർത്താവ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ കല്ലറയിൽ നിന്ന് ഉയർക്കാതിരിക്കാൻ, കാലം കാലമായി ഘട്ടം ഘട്ടമായി പിശാച് ആമേൻ വെച്ചിരുന്ന ശ്രമങ്ങളും പദ്ധതികളും ചെറുതായിരുന്നില്ല. പക്ഷേ അതൊന്നും ഒരു കാലഘട്ടത്തിലും വിജയം കൊണ്ടില്ല. ആമേൻ ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ പ്രവൃത്തിയുമാണ് തന്റെ ജീവിതത്തിൽ നടന്നതെങ്കിൽ ഇന്ന് പകലും പിശാചൊരുക്കി വയ്ക്കുന്ന കെണികൾ എത്ര വലുതാണെങ്കിലും, അവന്റെ ആയുധങ്ങൾ എത്ര ശക്തമാണെങ്കിലും, ഇന്ന് പകൽ ദൈവ പദ്ധതിയുള്ള ദൈവ പൈതലിന്റെ മേൽ ദൈവാത്മ പകരുന്നത് ദൈവ പദ്ധതിയുടെ പൂർത്തീകരണങ്ങളാണ്. അതോർത്തൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ എതിരായി നിൽക്കുമ്പോഴും, ആരോഗ്യത്തിന്റെയും അവസ്ഥകളുടെയും സാഹചര്യങ്ങളും ഒക്കെ പ്രതികൂലമായി നിൽക്കുമ്പോഴും, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി മാത്രമേ നടക്കത്തുള്ളൂ എന്ന് ഇന്ന് പകൽ ദൃഢനിശ്ചയത്തോടെ ആത്മാവിൽ പ്രഖ്യാപിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. അതെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആമേൻ സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ ആമേൻ ഈ ക്രൂശീകരണം സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വിട്ടിട്ട് ആമേൻ എന്റെ അവസാന നിമിഷങ്ങളിലേക്ക്, സന്ദേശത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞാൻ ഓടി ആ ഉയർപ്പിന്റെ സന്ദേശത്തോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുക. നോക്കി ദൈവത്തിലെ ആമേൻ സ്തോത്രം. ഗെത്സമന പ്രാർത്ഥനയ്ക്ക് ഇത്രയും സന്ദേശങ്ങൾ നമ്മളോട് പറയാനുണ്ടെങ്കിൽ, ഉയർപ്പിനും നമ്മളോട് ചില സന്ദേശങ്ങൾ പറയാനുണ്ട്. ഉയർപ്പ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഉയർപ്പ് നമുക്ക് തരുന്ന സന്ദേശം, ക്രൂശിൽ കേട്ട ഏറ്റവും വലിയൊരു പ്രാർത്ഥന, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ഏലി ഏലി ലമ്മാ ശബക്താനി. നോക്കിയേ, ക്രൂശിലെ ഏറ്റവും വലിയ ഒരു വേദനാജനകമായ നിലവിളി. ആമേൻ സ്തോത്രം. ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്റെ മേൽ നിന്ന് നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ക്രൂശുമരണം തന്റെ മേൽ നിന്ന് മാറിപ്പോകാൻ കർത്താവ് പ്രാർത്ഥിക്കുമെന്ന് തോന്നുന്നില്ല. പാപത്തിന്റെ ഏറ്റവും വലിയ പരിണതമായ ഫലമാണ് ദൈവം കൈവിടുന്ന അവസ്ഥ. ഹല്ലേലൂയ. കർത്താവ് എന്ത് സഹിക്കും? യേശു കർത്താവിന് സഹിക്കുവാൻ കഴിയാത്തൊരു മേഖലയാണ് പിതാവ് തന്നെ കൈവിടുന്നത്. ദൈവത്തിൽ നിന്ന് കൈവിടപ്പെട്ടിരിക്കുന്ന ഒരു നിമിഷത്തെ കുറിച്ച് കർത്താവിന് ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ടാകാം അങ്ങനെ നിലവിളിച്ചതെന്ന് ചിന്തകന്മാർ പറയുന്നു. ആമേൻ. അത് ഏറ്റവും കൂടുതൽ ഞാനും അതിനെ അനുകൂലിക്കുന്നു കേട്ടോ. ആമേൻ സ്തോത്രം. തനിക്കത് സഹിക്കുവാൻ വയ്യ. മരണത്തെക്കാൾ ഭയാനകരമാണ് ദൈവം കൈവിടുന്ന അവസ്ഥ. നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ നിലവിളിക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് ഉയർപ്പ്. ആ ഉയർപ്പിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഒരു നാളും ദൈവം കൈവിടുകയില്ല. ഇന്ന് പകൽ ആത്മാർത്ഥമായ വചനത്തിനു നാമം പറഞ്ഞു സ്തോത്രം പറയാൻ എത്ര പേർക്ക് ആത്മാവിൽ ആമേൻ കരുത്തുണ്ട്. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, ആമേൻ സ്തോത്രം, എന്റെ വാത്സല്യ പിതാക്കന്മാരെ, മാതാക്കളെ, ആത്മാവ് പറയുന്നു ആമേൻ സ്തോത്രം, വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അയ്യോ, സാഹചര്യങ്ങൾ വരുമ്പോ അവൻ കൈ മാറിപ്പിടിക്കുന്ന ഒരുവനെ അല്ല നമ്മൾ ഇന്ന് പകൽ സേവിക്കുന്നത്. അവൻ പിടിച്ചതാണ് കേട്ടോ. അവൻ സ്തോത്രമാരണത്തിനപ്പുറത്തും കൈ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കരുത്തനെയാണ് ഇന്ന് പകൽ നമ്മൾ ആശ്രയിക്കുന്നത്. ഒരു നാൾ അവൻ നമ്മളെ കൈവിടുകയില്ല എന്ന് ഉയർപ്പിലൂടെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഉയർപ്പ് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ. ആമേൻ. പ്രവാചകന്മാരിലൂടെ താൻ തന്നെ പലയാവർത്തി ഉയർപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ആമേൻ. അത് നിവൃത്തി പദത്തിലേക്ക് എത്തപ്പെടാതിരിക്കാൻ പിശാച് എത്ര വലിയ ശ്രമം ചെയ്തു. ആമേൻ സ്തോത്രം. ഉരുട്ടി വെച്ച കല്ലിന്റെ ഭാരം, ആമേൻ, അല്ലെ കെട്ടിവെച്ച ചങ്ങലയുടെ വലിപ്പം, അടിച്ച മുദ്രയുടെ ആമേൻ സ്തോത്രം പ്രത്യേകത, ആമേൻ, കാവൽ നിൽക്കുന്ന പടയാളികളുടെ പ്രത്യേകത, ഇതൊക്കെ പഠിക്കുമ്പോ പീലാത്തോസ് ആമേൻ സ്തോത്രം അധികാരികൾ അനുവാദം കൊടുത്തിരിക്കുകയാ, നിങ്ങളാലാവുന്നത് കല്ലറ ഉറപ്പാക്കിക്കൊള്ളണം. ആമേൻ. വാഗ്ദത്തങ്ങളെ തടയുവാൻ
പിശാച് മറുഭാഗത്ത് ശക്തിയേറിയ ആസൂത്രണം ചെയ്യുമ്പോ അതിന്റെ നടുവിൽ പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് അവൻ ചെയ്തെടുത്ത ഒരു ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ വാഗ്ദത്തങ്ങളുടെ മീതെ കിടക്കുന്ന സകല കല്ലുകളും ഉരുണ്ടു പോകട്ടെ, സകല ചങ്ങലകളും ആത്മാവിൽ പോട്ടട്ടെ, സകല മുദ്രകളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ആത്മാവ് പറയുന്ന ചില വാഗ്ദത്തങ്ങൾ ഈ നാളുകളിൽ ജനത്തിനായി പുറത്തു വരിക തന്നെ ചെയ്യും. ജീസസ്, ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് സമയം തെറ്റാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. നോക്കിയേ, ആമേൻ. എനിക്ക് ആ സമയത്തെ കുറിച്ച് പറയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. എന്റെ സന്ദേശം 5 മിനിറ്റിനകത്ത് തീർക്കാൻ പോവുകയാണ്. നോക്കിയേ, ആമേൻ. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ 3-ാം നാൾ ഉച്ചയ്ക്കല്ല കേട്ടോ. ആമേൻ, സ്തോത്രം. ഇരുട്ടുള്ളപ്പോൾ അതിരാവിലെ സഹോദരിമാർ ചെന്ന് കല്ലറയ്ക്ക് നോക്കിയപ്പോ ഇരുട്ടുള്ള സമയത്തെ 3-ാം ദിവസം ആകാനിരുന്ന സ്വർഗം. ഞാൻ ഇങ്ങനെ പറയും, നമുക്ക് വേണ്ടി ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മളെക്കാൾ തിടുക്കത്തോടെ ആയിരിക്കുന്ന ആമേൻ ഉയരത്തെയാണ് നമ്മൾ ഇന്ന് പകൽ ആമേൻ ആശ്രയിക്കുന്നത്. ഈ രാത്രിയിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ആമേൻ സ്തോത്രം ഗൗരവം ഞാൻ പറയാം. ദൈവത്തിലെ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ ദൈവപ്രവൃത്തി എത്ര തടയുവാൻ ദുഷ്ടപിശാച്, ആമേൻ, മാനുഷിക ശക്തി, മതശക്തി, രാഷ്ട്രീയ ശക്തി ഒരുമിച്ച്, പൈശാചിക തലങ്ങൾ ഒരുമിച്ച് ചട്ടം കൂടിയിട്ടും ആമേൻ അതിനെ കീഴ്പ്പെടുത്തി ആമേൻ സ്തോത്രം ആമേൻ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവപ്രവൃത്തിയെ ഇന്ന് പകൽ കേൾക്കുമ്പോ ദൈവത്തിലെ ഏത് പിശാചിന്റെ പോരാട്ടത്തിനാ നമ്മുടെ വാഗ്ദത്തങ്ങളെ പിടിച്ചു വെക്കാൻ കഴിയുന്നത്? ഒരിക്കലുമില്ല. ഇന്ന് പകൽ ചില വാഗ്ദത്തങ്ങളുടെ മേലിൽ കിടക്കുന്ന ആമേൻ ബന്ധനങ്ങൾ ഇന്ന് പകൽ തകരപ്പെടുകയാണ്. ഈ വചനത്തിന്റെ ശക്തി അങ്ങനെ ചലിക്കപ്പെടുകയാണ്. ഉയർപ്പ് നൽകുന്ന 3-ാമത്തെ സന്ദേശം, നാം ദൈവകരങ്ങൾ എത്രത്തോളം തന്നെ താഴ്ത്തുന്നുവോ അത്രത്തോളം ദൈവം നമ്മളെ ഉയർത്തും. അതെ, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയത് കൊണ്ട് അവൻ ഏറ്റവും ഉയർത്തി. ഉയർച്ചയ്ക്ക് കുറുക്കു വഴിയില്ല. ഒറ്റ കാര്യം, ദൈവം ഉയർത്തുമ്പോഴൊക്കെയും ദൈവകരങ്ങളിൽ താഴ്ത്തി കൊടുക്കുക. അവൻ നമ്മളെ ഉയർത്തും. ആ ഉയർച്ചയെ തടയുവാൻ ഉയരത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അവൻ ഉയർപ്പ് നൽകുന്ന 4-ാമത്തെ സന്ദേശം, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലെന്നുള്ളതാ. അസാധ്യതകളൊക്കെ പലതുമുണ്ട്. ദൈവത്തിലെ ഏതുവരെ ദൈവപ്രവൃത്തി പ്രതീക്ഷിക്കാം, ഏതറ്റം വരെയും പ്രതീക്ഷിക്കാം. താഴ്വാരത്തിൽ അസ്ഥികൾ ബന്ധം വിട്ട് കിടക്കുന്ന സ്തോത്രം ചലനമറ്റ് കിടക്കുന്ന ഏറ്റവും ഭയാനകരമായ സ്ഥിതിയിലും ഒരു പ്രവൃത്തിയെ പ്രതീക്ഷിക്കാൻ ദൈവഭക്തർക്ക് കഴിഞ്ഞാൽ ചില കാറ്റുകൾ ജീവനെ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നയിക്കപ്പെടും. ഇന്ന് പകലിലും അത് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവസന്നിധി സ്തോത്രം പറയുന്നു. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഉയർപ്പ് നമ്മളോട് പറയുന്ന ആമേൻ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. അവൻ കർത്താവ് ഉയർത്തെങ്കിൽ നമ്മളും ഒരു കാലഘട്ടത്തിൽ ഉയർക്കും. പ്രത്യാശയുള്ളവർ കാര്യങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. റോമർക്ക് ലേഖനം 8:11 അത് പറയുന്നു. ഇതിനെല്ലാം റെഫറൻസ് ഉണ്ട്, എനിക്കറിയാം. സമയം അല്പം മുന്നോട്ട് പോയിരിക്കുകയാണ്. കണ്ണുകളടയ്ക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഗെത്സമന പ്രാർത്ഥനയിലൂടെ, ഉയർപ്പിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. പേര് പറഞ്ഞ് സ്തോത്രം ദൈവം തരുന്ന ഒരാലോചന വ്യക്തിപരമായി പറയുന്നതിനേക്കാളപ്പുറത്ത് ഈ ദൂത് ആഴമായി ഇടപെടുമ്പോ ഞാൻ മനസ്സിലാക്കുകയാണ് സ്തോത്രം ചില രോഗബന്ധനങ്ങൾ ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് അഴിച്ചു മാറ്റുക. ചില പാശങ്ങൾ അഴിയുന്നത് പോലെ ഇന്ന് പകൽ ഈ വചനത്തിന്റെ ശക്തി ചില കെട്ടുകളെ അഴിക്കുകയാണ്. ആത്മാവിൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം പറയുന്നു. എല്ലാ ആദരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. അസ്ഥിയുടെ മേൽ വലിയ സൗഖ്യങ്ങൾ വെളിപ്പെടുന്നതായി ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. വിശ്വസ്തനായ ദൈവത്തിന്റെ പ്രവൃത്തിയെ അയക്കുകയാണ്. പ്രത്യേകിച്ച് ബാക്ക് ബോണ് സ്തോത്രം ആ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ സൗഖ്യത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവം വായിക്കുന്നതിനായി സ്തോത്രം. അകത്ത് ദൈവാത്മ പകർന്ന നിയോഗത്തെ ഭാതി വഴിയിൽ മുടക്കി അടകതരയ ശകൽക്കനാദിയ പ്രാർത്ഥനാത്മാവിനെ ശോഷിപ്പിച്ച് സ്തോത്രം വീര്യത്തെ കെടുത്തി ശാരീരികമായി ക്ഷീണമിട്ട് വല്ലാതെ വ്യാപരിക്കുന്ന തലങ്ങൾ ഇന്ന് പകലിൽ നിയോഗങ്ങൾ അഴിഞ്ഞു മാറാൻ ആത്മാവിൽ കൽപ്പിക്കുകയാ. ഉച്ചി മുതലുള്ള കാല് വരെ ദൈവശക്തിയുടെ വലിയ വ്യാപാരം ഉണ്ടാകട്ടെ. അഭിഷേകത്തിനകത്ത് വലിയ പകർച്ച, വലിയ 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 നിറവ് അടകതരയ ശമാനി അന്തല പ്രവാചകസ്യ യേശുവിന്റെ നാമത്തിൽ അത് വ്യക്തമായി വെളിപ്പെട്ടു വരട്ടെ.
ആമേൻ. സ്തോത്രം. കർത്താവേ, അടിയനമേ പകർന്ന നിയോഗത്തിലും അധികാരത്തിലും നിന്നുകൊണ്ട് അങ്ങയുടെ ശ്രേഷ്ഠ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് ഓരോ ഡിവൈസിലും ഓരോ ഇടത്തും ആമേ സ്തോത്രം, എന്റെ വാക്കിനെ ശ്രദ്ധിച്ച് അങ്ങയുടെ വചനത്തെ ശ്രദ്ധിച്ച ആമേൻ ഞങ്ങളുടെ മക്കളെ ദൈവം ഇന്ന് പകൽ തൊടണമേ. ശ്രേഷ്ഠരായ ദൈവാസന്മാരുണ്ട് കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ മാതാക്കളെ ശക്തീകരിക്കണമേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഈ മിനിസ്ട്രിയെ ദൈവാത്മാവ് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ, മാനിച്ചാട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തതിനായി സ്തോത്രം. ക്രിസ്തയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഞാൻ നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട അംഗളിനും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ പരിചയപ്പെടുത്തിയ ആമേൻ ദൈവാസനും ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്റെ വൈഫിന്റെ പേര് സുജിത, മൂത്തവൾ ഇവാനമോള് 8 വയസ്സ്, ഇളയൊരു മോനുണ്ട് 1.5 വയസ്സ് ബെഞ്ചമിൻ. ആമേൻ. ഞാൻ എന്റെ സ്വദേശം നെല്ലുമോളാണ്. ആമേൻ. ഞാൻ പറക്കോട് ശുശ്രൂഷിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടുന്ന് 7 കിലോമീറ്ററിനപ്പുറമാണ് ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലം. ആമേൻ. ദയവായി സഭയും ശുശ്രൂഷകളെ കുടുംബത്തെയും ഒക്കെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണം. 2 മാസം കഴിഞ്ഞ് അടുത്ത ചെക്കപ്പ് ഉണ്ട്. ദയവായി ഒരു വലിയ ദൈവപ്രവൃത്തി ആമേൻ ദൈവാത്മ ചെയ്യേണ്ടതിന് ഇന്നെന്ന പോലെ തന്നെ നിങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്തുകൊള്ളാം. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാറായി. ആമേൻ. നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി വരുന്ന താങ്ക് യു സോ മച്ച്.